ശ്രീ പി കെ കൃഷ്ണദാസ് മുതിർന്ന ബി.ജെ.പി നേതാവ് ചേരുകയാണ്. ശ്രീ പി കെ കൃഷ്ണദാസ്, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. ഓണക്കാലത്തെ വിവാദത്തെ കുറിച്ചാണ് ചോദിക്കാനുള്ളത്. പന്തളത്ത് ഓക്കെ, അപ്പോ ഇന്നത്തെ ദിവസം പക്ഷേ ഈ രാഷ്ട്രീയം കൂടി ചർച്ചയാവുകയാണ്. അയ്യപ്പ സംഗമത്തിന് ബദൽ സംഗമം സംഘടിപ്പിക്കാൻ പോകുന്നു എന്നതാണ് ഇപ്പോൾ സംഘപരിവാർ സംഘടനകൾ വ്യക്തമാക്കുന്നത്. ബി.ജെ.പി എങ്ങനെയാണ് ഈ വിഷയത്തിൽ സമീപനം എടുക്കുന്നത്? പ്രത്യേകിച്ചും ഇതിലൊരു ബിസിനസ് ആംഗിൾ ഉണ്ട് എന്നത് പാർട്ടിയുടെ ഒരു നിലപാടായി ഇതിനകം തന്നെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ സർക്കാർ നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് പരിവാർ സംഘടനകൾ പന്തളത്ത് നടത്തുന്ന ബദൽ സംഗമത്തോട് ബി.ജെ.പി സഹകരിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണമാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വിയോജിപ്പോ വിരോധമോ ഒന്നുമില്ല. ഞങ്ങൾ പറഞ്ഞത് ഇതിനു മുമ്പ് ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ആ വ്യക്തത വന്നാൽ ഇതിന്റെ ആത്മാർത്ഥത തെളിയിക്കപ്പെടും. ഒന്ന്, ഈ കാര്യത്തിൽ പറയാനുള്ളത്, നേരത്തെ അവിടുത്തെ ഇപ്പം ഈ കാര്യത്തില് NSS, SNDP, അതുപോലെ സാമുദായിക സംഘടനകളും ഹിന്ദു ഐക്യവേദി പോലുള്ള മറ്റ് ഹിന്ദു സംഘടനകളും ചില ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ ആശങ്കകൾ പരിഹരിക്കേണ്ടതും വ്യക്തത വരുത്തേണ്ടതിന്റെ ബാധ്യത, കടമ മുഖ്യമന്ത്രിക്കുണ്ട്, സംസ്ഥാന സർക്കാരും അതുപോലെ ഞാൻ നേരിട്ട് ചോദിച്ചോട്ടെ ശ്രീ പി കെ കൃഷ്ണദാസ്, അതായത് ഈ വ്യക്തത വരുത്തി കഴിഞ്ഞാൽ സംഗമത്തിന് പോകുമോ? ഡയറക്ട് ക്വസ്റ്റ്യൻ ആണ്. വി ഡി സതീശനും ടീമും പോകുന്നില്ല, സംഗമത്തിന് ബി.ജെ.പി പോകുമോ? ബി.ജെ.പിയിൽ വിശ്വാസികളായ ധാരാളം ആളുകളുണ്ട്. അല്ലല്ല, സംഗമത്തിന് പോകാതിരിക്കുക ഓരോ ആളുടെയും വ്യക്തിപരമായിട്ടുള്ള അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അതിനൊന്നും ബി.ജെ.പി കൈകടത്തുന്നില്ല. പോകണമെന്നോ പോകണ്ടെന്നോ ഒന്നും ബി.ജെ.പി പറയുന്നില്ല. പക്ഷേ ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതിന് മുമ്പ് സർക്കാർ ഇക്കാര്യത്തിൽ ആത്മാർത്ഥത തെളിയിക്കേണ്ടതായിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, എന്താ ശബരിമലയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. അതിലൊന്ന് യുവതീ പ്രവേശനമാണ്. ഇക്കാര്യത്തിൽ നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞത്, ഞങ്ങൾ ജെൻഡർ ഈക്വാലിറ്റി, കമ്മ്യൂണിസത്തിന്റെ ഭാഗമാണ് സമത്വം. ആ സമത്വത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ യുവതികളെ ശബരിമലയിലേക്ക് സന്നിധാനത്തിലേക്ക് അയക്കും. അങ്ങനെയാണ് രണ്ട് നവോത്ഥാന നായികമാരെ അവര് മുഖ്യമന്ത്രി പിണറായി പക്ഷേ ആ നവോത്ഥാന നായികയ്ക്ക് ക്ഷണമില്ല കേട്ടോ. ബിന്ദു അമ്മിണി ഞാൻ വരട്ടെ എന്ന് ചോദിച്ച് കത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ കത്തിന് വരേണ്ട എന്നതാണ് മറുപടി. അല്ലല്ല, അവർ അന്നത്തെ സാഹചര്യത്തിൽ രണ്ട് നവോത്ഥാന നായികമാര്, രഹന ഫാത്തിമയും രണ്ടാമത്തെ മറ്റൊരു വനിതയും കൂടി ഉണ്ടല്ലോ, അമ്മിണിയും. അവർ രണ്ടുപേരെയും പോലീസ് അകമ്പടിയോടുകൂടി സന്നിധാനത്തിലേക്ക് അയറ്റാൻ ശ്രമിച്ചത്. ഇങ്ങനെ നമ്മുടെ അവിടുത്തെ വിശ്വാസ വിരുദ്ധത, ആചാര ലംഘനം പരസ്യമായി പ്രഖ്യാപിക്കുകയും അത് നടപ്പാക്കുകയും മാത്രമല്ല അതിനെതിരെ നാമസങ്കീർത്തനത്തോടുകൂടി പ്രതിഷേധം പ്രകടിപ്പിച്ച ആയിരക്കണക്കിന് അമ്മമാരെ, സഹോദരിമാരെ ജയിലടക്കുകയും ഞാൻ ഉൾപ്പെടെയുള്ള 10,000-കണക്കിന് ആളുകളുടെ പേര് ഇന്ന് നൂറിൽ പരം കേസുകൾ, ഓരോരുത്തരുടെയും പേര് 100-ൽ പരം കേസുകൾ ചുമത്തിയിട്ട് ഇത് കോടതി കയറി ഇറങ്ങുകയാണ്. തീർച്ചയായും. അതേസമയത്ത് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പറയേണ്ടത്, ഞങ്ങൾ നേരത്തെ യുവതികളെ പ്രവേശിപ്പിക്കണമെന്നായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചത്, ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങളതിന് മേലിൽ പ്രവേശിപ്പിക്കില്ല, അതിനോട് യോജിക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കണം. അങ്ങനെ പ്രഖ്യാപിക്കുമോ എന്ന് നമുക്ക് നോക്കാം. ശ്രീ പി കെ കൃഷ്ണദാസ്, ഞാൻ സമയപരിമിതി കൊണ്ട് മാത്രം ഇടപെടുകയാണ്. സുപ്രീം കോടതിയുടെ വിശാല ഭരണഘടനാ ബെഞ്ചിലാണ് ഇപ്പോൾ ഹർജികളൊക്കെ നിൽക്കുന്നത്. പക്ഷേ സർക്കാരിന്റെ നിലപാട് പ്രഖ്യാപനം അത് മുഖ്യമന്ത്രി നടത്തണമെന്നതാണ് ബി.ജെ.പി ആവശ്യം.